ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ പ്രതിയെ കർണാടകയിലെത്തി പിടികൂടി നിലമ്പൂർ പോലീസ്. കഴിഞ്ഞ ജനുവരിയിൽ നിലമ്പൂർ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ രണ്ടാം പ്രതിയായ രവി ബൻസാൽ എന്ന പരാതിയിൽ പേരുള്ളയാളെയാണ് ദാവൺഗരയിൽ നിന്നും പിടികൂടിയത്. ഇയാളുടെ യഥാർത്ഥ പേര് കടവിക്കൽ വിനോദ് വി ജോൺ എന്നാണെന്ന് പോലീസ് പറഞ്ഞു. ജോലി നൽകാമെന്ന് പറഞ്ഞ് 1 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് പരാതിയെങ്കിലും ഇയാൾ പിടിയിലായതറിഞ്ഞ് നിരവധി പരാതികൾ ലഭിക്കുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഇയാളുടെ തട്ടിപ്പിനിരയായവർ വിളിക്കുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു. നിലവിൽ 25 ലക്ഷത്തോളം രൂപ ഇയാൾ തട്ടിയെടുത്തുവെന്ന് പരാതിയുണ്ട്. പരാതിക്കാരുടെ മൊഴി പോലീസ് എടുത്തിട്ടുണ്ട്. ഇയാളുടെ യഥാർത്ഥ അഡ്രസ്സിൽ ഇയാൾക്ക് രേഖകളൊന്നും ഇല്ലെന്നും കഴിഞ്ഞ 10 വർഷത്തോളമായി വീട്ടുകാർക്ക് ഇയാളെപ്പറ്റി ഒരു വിവരവുമില്ലെന്നാണ് പോലീസ് പറയുന്നത്. ജനുവരിയിൽ രജിസ്റ്റർ ചെയ്ത 28/25 ക്രൈം കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ട് 1 ലക്ഷം രൂപ വാങ്ങി ജോലി നൽകാമെന്ന് പറഞ്ഞ് മെഹർ ഹോളിഡേയ്സ് എന്നൊരു സ്ഥാപനം വഴി കാശ് വാങ്ങിക്കൊണ്ടായ ഒരാളെക്കുറിച്ച് അന്വേഷിച്ച് ഒടുവിലെത്തിപ്പെട്ടത് ഈ പ്രതി നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ആ കേസിലെ രണ്ടാം പ്രതി. അതിൽ ഒന്നാം പ്രതി മെഹർ ഹോളിഡേയ്സിൻ്റെ ഓണറാണ്. അതിൽ രണ്ടാം പ്രതി സെക്കൻഡ് അക്യൂസ്ഡ് രണ്ടാം പ്രതിയെക്കുറിച്ച് രണ്ടാം പ്രതിക്കോളത്തിൽ നമുക്ക് പ്രഥമ വിവരത്തിൽ നൽകിയ പേര്, അതായത് പരാതിക്കാരൻ തന്ന പേര് രവി ബൻസാൽ എന്നാണ്. രവി ബൻസാൽ എന്നാളെക്കുറിച്ച് അന്വേഷിച്ച് അതിൻ്റെ പുറകെ പോയതിൽ ഈ രവി ബൻസാൽ എന്ന പേരിൽ ഈ തട്ടിപ്പ് നടത്തിയ ആളെ നമ്മൾ ഇന്നലെ കർണാടകയിലെ ദാവൺഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് അയാളുടെ ഒളിച്ചു താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കസ്റ്റഡിയിലെടുക്കുകയുണ്ടായി. വിവിധ പേരുകളിൽ ഇയാൾ തിരിച്ചറിയൽ രേഖകൾ ഉണ്ടാക്കി കൈകാര്യം ചെയ്താണ് തട്ടിപ്പ് നടത്തുന്നത്. വിദഗ്ധമായി ആളുകളെ പരിചയപ്പെട്ട് അവരുടെ പേരിൽ സിം കാർഡ് എടുത്ത് ഫോൺ ഉപയോഗിക്കുകയും പിന്നീട് ഇത് ഉപേക്ഷിക്കുകയും വീണ്ടും മറ്റൊരാളെ പരിചയപ്പെട്ട് അയാളുടെ രേഖകൾ ഉപയോഗിച്ച് സിം കാർഡ്, ബാങ്ക് അക്കൗണ്ട് എന്നിവ സംഘടിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇയാളുടെ രീതിയെന്നും ഒരു തരത്തിലും പിടിക്കപ്പെടാനുള്ള അവസരം നൽകാത്ത വിധം വിദഗ്ധമായാണ് ഇയാൾ തട്ടിപ്പുകൾ പ്ലാൻ ചെയ്തതെന്നുമാണ് പോലീസ് പറയുന്നത്. ഇതിനു പുറമെ ഡേറ്റിംഗ് ആപ്പ്, മാട്രിമോണിയൽ ആപ്പ് എന്നിവ വഴി സ്ത്രീകളെ പരിചയപ്പെട്ടും തട്ടിപ്പ് നടത്തുന്നതും ഇയാളുടെ പ്രവർത്തന രീതിയാണ്. കർണാടകയിൽ ഇയാളുണ്ടെന്നറിഞ്ഞ നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തുമ്പോഴേക്കും ദാവൺഗരയിൽ നിന്നും ഉടുപ്പി ഭാഗത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ PT സൈഫുള്ള, അഭിലാഷ്, വിപിൻ, മുഹമ്മദ് റാഫി, സുമിത്ര എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതി പിടിയിലാകുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി.